കുറുവരയിൽ നിന്ന് CPM കോൺഗ്രസും പണം പറ്റിയെന്ന ആരോപണത്തിൽ BJP കേന്ദ്ര ഏജൻസികൾക്ക് പരാതി നൽകി. ഒയാസിസ് കമ്പനിയിൽ നിന്ന് CPM 2 കോടി രൂപയും കോൺഗ്രസ് 1 കോടി രൂപയും കൈപ്പറ്റിയെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ നേരത്തെ ആരോപിച്ചിരുന്നു. CPM ജില്ലാ കമ്മിറ്റി അക്കൗണ്ടിലേക്കും കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അക്കൗണ്ടിലേക്കും പണം എത്തിയെന്നാണ് ആരോപണം. വിവരങ്ങൾ നൽകാനായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, നേരത്തെ തന്നെ ഇത്തരത്തിലൊരു വിമർശനം ഉയർന്നിരുന്നതാണ് CPM-ഉം കോൺഗ്രസും പണം പറ്റിയെന്നുള്ള കാര്യം. അന്ന് ആ വാർത്ത പുറത്തു വന്നപ്പോൾ ഈ രണ്ട് പാർട്ടികളിൽ നിന്നും വേണ്ട രീതിയിലൊരു പ്രതികരണം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും അത് തെളിയിക്കാൻ സാധിക്കട്ടെ എന്നുള്ള രീതിയിലായിരുന്നു, ഒരു വെല്ലുവിളി പോലെയായിരുന്നു ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഇപ്പോൾ തെളിവടക്കം കേന്ദ്ര ഏജൻസിക്ക് പരാതി നൽകിയിരിക്കുകയാണ് BJP. എന്തൊക്കെയാണ് കൂടുതലായുള്ള വിശദാംശങ്ങൾ? അരുൺ. തീർച്ചയായും പാലക്കാട് ഈ മദ്യനിർമ്മാണ കമ്പനിക്ക് സർക്കാർ അനുമതി നൽകിയതിന് ശേഷം ഈ ഒയാസിസ് കമ്പനി CPM-ന്റെ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് 2 കോടി രൂപയും കോൺഗ്രസിന് 1 കോടി രൂപയും നൽകി എന്നുള്ളതായിരുന്നു BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ നേരത്തെ ആരോപണമായിട്ട് ഉന്നയിച്ചിരുന്നത്. ഏതായാലും സംഭവത്തിൽ കേന്ദ്ര ഏജൻസികൾക്ക് പരാതി നൽകിയിരിക്കുകയാണ് BJP. ഈ ഒയാസിസ് കമ്പനിയിൽ നിന്ന് പണം വാങ്ങി എന്നാരോപിച്ചുകൊണ്ട് അതിന്റെ വിവരങ്ങൾ സഹിതമാണ് കേന്ദ്ര ഏജൻസികൾക്ക് BJP പരാതി നൽകിയിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഇൻകം ടാക്സ് ഡയറക്ടർ ജനറൽ, കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവർക്കാണ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ പരാതി നൽകിയിരിക്കുന്നത്. ഈ അക്കൗണ്ടുകൾ, ഇവരുടെ ഈ 2 പാർട്ടിയുടെയും അക്കൗണ്ടുകൾ പരിശോധിക്കണമെന്നുൾപ്പെടെയാണ് ഈ പരാതിയിൽ പറയുന്നത്. മാത്രമല്ല, മദ്യ കമ്പനിക്ക് അനുമതി നൽകിയ പ്രദേശത്തെ പുതുശ്ശേരി മുൻ ഏരിയ സെക്രട്ടറിക്ക് ഒരു കാറും ഈ മദ്യ കമ്പനി നൽകിയതായിട്ട് പരാതിയിൽ പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇത്തരത്തിലൊരു ആരോപണം BJP ഉന്നയിച്ചിട്ടും അതിനെ തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു എന്നൊക്കെ തരത്തിലായിരുന്നു CPM-ന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ഭാഗത്തു നിന്ന് പ്രതികരണം. ഏതായാലും താൻ ഇതിനെ നിയമപരമായി തന്നെ ഇതിനുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ C. കൃഷ്ണകുമാർ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ പരാതിയുമായി മുന്നോട്ട് പോയി ഇതിൽ അക്കൗണ്ടുകൾ ഉൾപ്പെടെ 2 പാർട്ടിയുടെയും അക്കൗണ്ടുകളിൽ അനധികൃതമായി പണം വന്നിട്ടുണ്ട്, അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണം വേണമെന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഏതായാലും ഈ BJP ഒരു വശത്ത് നിയമപരമായുള്ള പോരാട്ടമൊക്കെ ഈ മദ്യ കമ്പനിക്കെതിരെ നടത്തുന്നുണ്ട്. അതുകൂടാതെ തന്നെ വലിയ പ്രതിഷേധ പരിപാടികളും ഇതിനോടകം തന്നെ സമര പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ CPM-നും കോൺഗ്രസിന്റെയും മദ്യ കമ്പനി സഹായിച്ചു എന്നുള്ള ആരോപണവുമായിട്ട് അതിനെതിരെ പരാതിയുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതെ, BJP ഇക്കാര്യത്തിൽ പരസ്യമായ പ്രതിഷേധം ജനങ്ങളെ അണിനിരത്തി നടത്തുന്നു. അതേപോലെ തന്നെ നിയമ പോരാട്ടവും നടത്തുകയാണ്. കേന്ദ്ര ഏജൻസിക്കാണ് ഇത്തരത്തിൽ കോൺഗ്രസും CPM-ഉം പണം കൈപ്പറ്റി എന്നുള്ള പരാതി BJP നൽകുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.